അരികിൽ നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അച്ചുവിന് സങ്കടം വന്നു. അത് കണ്ട് കിച്ചു ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. എന്തിനാ കരയണേ? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടാണ് കിച്ചുവിൻ്റെ ചോദ്യം. കിച്ചേട്ടനല്ലേ എന്നെ കൊണ്ടുപോകാൻ വരില്ല എന്നും തിരക്കാണെന്നും പറഞ്ഞേ? അച്ചു പരിഭവം കലർന്ന ശബ്ദത്തോടെ ചോദിച്ചു. വരില്ലെന്നാ വിചാരിച്ചേ, പിന്നെ കണ്ണൻ അല്പം തിരക്കുണ്ടെന്ന്. പിന്നെ ഞാൻ വരണ്ടേ കൊണ്ടുവരാൻ? കിച്ചു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അജിതേട്ടനോ മറ്റു ചേട്ടന്മാരും ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാ എന്നെ കൊണ്ടുവരാൻ വരുമല്ലോ. അച്ചു വലിയ കാര്യത്തിൽ പറഞ്ഞു. ഉവ്വ്, നിന്റെ ചേട്ടന്മാർ അവിടെ വെള്ളമടി സൽക്കാരത്തിലാണ്. കിച്ചു അല്പം പുച്ഛമൊക്കെ വിതറിക്കൊണ്ട് പറഞ്ഞു. എന്തേ കിച്ചേട്ടൻ വെള്ളം അടിച്ചില്ലേ? ഞാൻ വെള്ളം അടിക്കാറില്ല. ഓ ഡീസൻ്റ്, അച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കി നിന്നു. കിച്ചു ചിരിയോടെ അച്ചുവിനോട് ഇരിക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ട് ചുറ്റിനും. സ്റ്റേജിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചുവും കിച്ചുവും ബാക്കിലെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഇട്ടിട്ടുള്ള 2 കസേരകളിലായിരുന്നു. കിച്ചു മുന്നിലെ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അച്ചു കസേരയിൽ ഇരുന്നു കൊണ്ട് കിച്ചുവിനെ തന്നെ നോക്കുകയാണ്. ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ട് വിയർപ്പ് കൊണ്ട് ഒട്ടിയിട്ടുണ്ട്. മുഖത്തെ താടി അല്പം വളർന്നതുപോലെ. ആ നുണക്കുഴി കാണാൻ സാധിക്കുന്നില്ല. അച്ചു ഓർത്തു. അത് ആര്യയല്ലേ? അവളുടെ കൂടെ ആരാ ഒരു ചേട്ടൻ? അച്ചുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അശ്വതി തൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞു. ആരാണെന്നറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് ആ ചേട്ടനെ കാണാൻ. കൂട്ടത്തിലെ നിഷാന പറഞ്ഞു. അതെന്നെ, ആ താടിയും മുടിയും, ഓഫ്. കൂട്ടത്തിലെ ആർദ്ര കിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കിച്ചുവിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അച്ചു ചുറ്റുമൊന്ന് നോക്കിയതും തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പഠിപ്പിക്കാത്ത ടീച്ചേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടായി നടക്കുന്നുണ്ട്. ചില കുട്ടികളുടെ നോട്ടം തന്നിലേക്കും അടുത്തിരിക്കുന്ന കിച്ചുവിലേക്കും നീളുന്നത് അച്ചു കണ്ടു. കിച്ചുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന ആർദ്രയെയും അവളുടെ കൂട്ടാളികളെയും കണ്ടതും എല്ലാ പ്രണയിതാക്കളെയും പോലെ തന്നെ അവളിലും കുശുമ്പെന്ന വികാരം ഉടലെടുത്തു. അവരെ കാണെ തന്നെ കിച്ചുവിൻ്റെ ഷോൾഡറിൽ തലവെച്ച് അവനോട് ചേർന്നിരുന്നു വച്ചു. അപ്പോഴും നോട്ടം ആർദ്രയുടെയും അവളുടെ കൂട്ടുകാരികളിലേക്കുമായിരുന്നു. അച്ചു വീഴാതിരിക്കാൻ കിച്ചുവും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ചുറ്റുമായി ഓരോ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്ന അച്ചുവിനെ പഠിപ്പിക്കുന്ന ടീച്ചർ മുതൽ ആ സ്കൂളിലുള്ള അനവധി ടീച്ചേഴ്സ് അവരെ നോട്ടം വിട്ടിരുന്നു. കാരണം അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും ഇരിപ്പിൽ അവരിൽ സംശയങ്ങൾ ഉടലെടുത്തു. ഏകദേശ പരിപാടികൾ അവസാനിച്ചതും കിച്ചു അച്ചുവിനെ വിളിച്ചു. അവൻ്റെ തോളിൽ കിടന്നിട്ട് അവൾ ഉറങ്ങിപ്പോയിരുന്നു. പോവാ? കിച്ചു പറഞ്ഞതും സമ്മതത്തോടെ അച്ചു എഴുന്നേറ്റു. കൂട്ടത്തിൽ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. കിച്ചുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അച്ചു അവിടെ നടന്നു. ചില ടീച്ചേഴ്സ് അവരുടെ പോക്ക് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അച്ചു കയറിയതും സകലതും മറന്ന് അച്ചു അവനെ ഇറുകെ പുണർന്നിരുന്നു. കിച്ചു ചിരിയോടെ ബൈക്ക് മുന്നോട്ടെടുത്തു. കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ബൈക്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചുവിൽ ആഹ്ലാദമായിരുന്നു. സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിൽ നേരിയ കാറ്റിൽ അവൻ്റെ ബൈക്കിൽ അവനൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിജനമായ റോഡിൽ കൂടെ പോകുന്ന യാത്ര അച്ചു ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. സ്വപ്നം എന്നതുപോലെ ഇതും അവൾക്ക് സാധ്യമായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞതും കിച്ചു ബൈക്ക് നിർത്തിയപ്പോഴാണ് അച്ചു അവൻ്റെ പുറത്തു നിന്ന് മുഖം ഉയർത്തിയത്. ഏതോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് നിർത്തിയത്. വാ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം, കിച്ചു പറഞ്ഞു. വേണ്ട കിച്ചേട്ടാ, അമ്മ കാത്തിരിക്കും, അച്ചു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് സാരല്ല, നീ വാ. കിച്ചു പറഞ്ഞതും 2 പേരും കൂടെ റെസ്റ്റോറൻറ്റിൽ കയറി. ലൈറ്റായിട്ട് എന്തെങ്കിലും മതി കിച്ചേട്ടാ. ബിരിയാണി ഓർഡർ ചെയ്യാൻ പോയതും അച്ചു പറഞ്ഞു. ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞു. കിച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവനെ നോക്കിക്കൊണ്ട് ഒരു ചപ്പാത്തി വായിൽ വെച്ചുകൊണ്ട് അച്ചു ചോദിച്ചു. എന്താ? കിച്ചേട്ടൻ എന്താ ഇത്ര ദിവസം എൻ്റെ മൈൻഡ് ചെയ്യാതിരുന്നേ? പരിഭവത്തോടെയുള്ള അച്ചുവിൻ്റെ ചോദ്യം. അത് എൻ്റെ കൊച്ചിന് എക്സാമൊക്കെ ആവാറായില്ലേ, കുറച്ചു നാൾ ഇങ്ങനെ പോട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ പ്രേമം തലയിൽ കയറി നീ പഠിപ്പിലുഴപ്പും. കിച്ചു പറഞ്ഞതും അച്ചു പരിഭവത്തോടെ അവനെ നോക്കി. ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ റിസൾട്ട് വന്ന് മാർക്കെങ്ങാനും കുറഞ്ഞ നിന്റെ ഉത്തരവാദിത്തമുള്ള ആങ്ങളമാർ പറയും അത് ഞാൻ കാരണമാണെന്ന്. കിച്ചു കണ്ണനെയും അജിത്തിനെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അച്ചുവിന് മനസ്സിലായി. എന്നാലും എന്നോട് മിണ്ടാതിരുന്നാലും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല അല്ലേ? അച്ചു ചോദിച്ചു. ഒട്ടുമില്ല. ഓ, എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം വെറും അഭിനയമാണെന്ന്. ലച്ചു പറയുന്നത് പോലെ നിങ്ങൾ കള്ളനാ, പഠിച്ച കള്ളൻ. അതും പറഞ്ഞ് മുഖവും വീർപ്പിച്ചുകൊണ്ട് അച്ചു വേഗം കഴിച്ചെഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി.
അവൾക്ക് പിന്നാലെ ചിരിയോടെ കിച്ചുവും. പിണക്കാണോ? അച്ചുവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് കിച്ചു ചോദിച്ചു. എന്നെ തൊടണ്ട. പിണക്കത്തോടെ അച്ചു അവൻ്റെ കൈ തട്ടി മാറ്റി. ഡോർ തുറന്നു പോകാൻ നിന്നതും കിച്ചു അവളെ പിടിച്ചു വെച്ചു. ശേഷം ഒരു സോറിയും പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞുമ്മയും കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അച്ചു വാഷ്റൂമിലെ കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബം തന്നെ നോക്കി. അവളിൽ ഒരു ചിരി വിടർന്നു. അച്ചുവിൻ്റെ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തിയപ്പോൾ രണ്ടുപേരിലും നനുത്ത പുഞ്ചിരി നിറഞ്ഞിരുന്നു. അന്നത്തെ ദിവസം ഡയറിയിൽ പകർത്തുമ്പോൾ അച്ചുവിൽ സന്തോഷവും കിച്ചുവിനോടുള്ള സ്നേഹവുമാണ് നിറഞ്ഞു നിന്നിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് മീരയുടെ മെസ്സേജ് കാണുന്നത്. ആനുവൽ ഡേ കഴിഞ്ഞ പിറ്റേ ദിവസമായതുകൊണ്ട് അവൾ ക്ലാസ്സിൽ വരുന്നില്ല എന്നായിരുന്നു മെസ്സേജ്. താഴേക്ക് നോക്കിയപ്പോൾ സനയും സെറീനയും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ അമ്മയോട് ഒരു വിധം പറഞ്ഞുകൊണ്ട് അന്നേ ദിവസം ലീവ് എടുത്തു. ഇന്ന് ക്ലാസ്സിൽ പോകാൻ അച്ചുവിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ അമ്മ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോയത് കൊണ്ട് തന്നെ അച്ചു കിച്ചുവിൻ്റെ വീട്ടിലാണ് സമയം ചെലവഴിച്ചത്. അവനോട് കുസൃതിയും കുറുമ്പും കാണിച്ച് അതിനിടയിൽ കിച്ചുവിൻ്റെ ഗൗരവമായ പറച്ചിൽ കൊണ്ട് പഠനവും. അങ്ങനെ ആ ദിവസം മുഴുവനും അവനൊപ്പമായിരുന്നു അച്ചു. ഇന്നും അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നും ലീവായാൽ കിച്ചുവിൻ്റെ ഒപ്പം ഇരിക്കാം. എന്നാൽ ക്ലാസ്സിൽ പോകാതിരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ആകെ വിഷമത്തിലാണ് അച്ചു ക്ലാസ്സിലേക്ക് പോകുന്നത്. നിനക്ക് എന്ത് പറ്റിയായിരിയേ? ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ വല്ലായ്മയോടെ ഇരിക്കുന്ന അച്ചുവിനെ നോക്കിക്കൊണ്ട് മീര ചോദിച്ചു. ഏയ് ഒന്നുമില്ലേടി, ഒരു തലവേദന പോലെ, ഒരു ഉഷാറുകുറവ് പോലെ. അച്ചു തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. സെറീന അച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കിടന്നോ, തലവേദനയൊന്ന് കുറയും. സന പറഞ്ഞപ്പോൾ ബെഞ്ചിൽ തലവെച്ച് രണ്ട് കൈ കൊണ്ട് മുഖം മറച്ച് കിടന്നു. ആരോ തന്നെ വിളിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അച്ചു തലയുയർത്തി നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന നിഷാനയെയും ആർദ്രയെയും അശ്വതിയെയും അസ്നയെയും കണ്ടതും അച്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. മനസ്സിൽ അന്ന് കിച്ചുവിനെ വായി നോക്കുന്നവരുടെ മുഖം ഓർമ്മയിൽ വന്നു. എന്താ? തലവേദന എടുക്കുന്നത് കൊണ്ട് തന്നെ അസ്വസ്ഥതയോടെ അവരെ നോക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. നീ എന്താ ഇന്നലെ വരാതിരുന്നേ? കുശലാന്വേഷണം പോലെ നിഷാന ചോദിച്ചതും അച്ചുവിൻ്റെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു. കാരണം ഇത്ര നാളിൽ താനൊന്ന് മുടങ്ങിയാൽ മീരയോ സനയോ സെറീനയോ ടീനയോ ജോൾസിനെയോ മാത്രമാണ് എന്താണ് മുടങ്ങിയതെന്ന് ചോദിക്കാറ്. കണ്ണുകൾ പോയത് അടുത്തിരിക്കുന്നവരിലേക്കാണ്. ആനുവൽ ഡേ കഴിഞ്ഞ പിറ്റേ ദിവസമായതുകൊണ്ടാണ് ലീവ് എടുത്തത് എന്ന് ആരോടും പറയണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഒരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു, അതാ. വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. നീ ആനുവൽ ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അശ്വതിയുടെ വകയാണ് ചോദ്യം. അതെന്താ അശ്വതി, നിനക്ക് മറവിരോഗമുണ്ടോ? ഞങ്ങൾക്കൊപ്പം ഇവളെയും കണ്ടതല്ലേ നിങ്ങൾ? അശ്വതി ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതുപോലെ മീര പറഞ്ഞു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് അശ്വതി പറഞ്ഞു. നിങ്ങളൊക്കെ എപ്പോഴാ പോയേ? ബാക്കി 3 പേരെ മുഷിപ്പിക്കേണ്ട എന്ന രീതിയിൽ ആർദ്ര ചോദിച്ചു. 9:30 കഴിഞ്ഞപ്പോൾ പോയി. സന മറുപടി പറഞ്ഞു. ആര്യ എപ്പോഴാ പോയേ? നിഷാനയുടെ വകയാണ് ആ ചോദ്യം. ഞാനെല്ലാം കഴിഞ്ഞാ പോയത്, അച്ചു പറഞ്ഞു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ അതാരാ? നിഷാന അത് ചോദിച്ചപ്പോഴാണ് അവർ തന്നോട് വന്ന് സംസാരിക്കുന്നതിൻ്റെ ധ്വനി എന്താണെന്ന് അച്ചുവിന് മനസ്സിലായത്. അമ്മാവൻ്റെ മോനാ, അച്ചു ഇഷ്ടക്കേടോടെ പറഞ്ഞു. എന്താ ആ ചേട്ടൻ്റെ പേര്? നിഖിൽ മഹാദേവ്, അച്ചു പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ആർദ്രയുടെ വകയാണ് ചോദ്യം. എടി ഒന്നും തോന്നരുത്, എനിക്ക് തലവേദന എടുത്തിട്ട് കിടക്കുമായിരുന്നു, അച്ചു അപേക്ഷയോടെ പറഞ്ഞു, തല വെട്ടിപ്പൊളിയുന്നത് പോലെ. അവളൊന്ന് കിടക്കട്ടെ, മീര പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഇഷ്ടപ്പെടാതെ അവർ അവിടെ നിന്നും പോയി. അച്ചു ആശ്വാസത്തോടെ ബെഞ്ചിൽ തലവെച്ച് കിടന്നു. സെക്കൻഡ് പീരിയഡിൻ്റെ ബെല്ലടിച്ചപ്പോൾ ക്ലാസ് സിസ്റ്റർ കയറി വന്നു. കയ്യിലെ ബുക്കും ഫോണും മേശയിൽ വെച്ചു. സാന്ദ്ര, അറ്റൻഡൻസ് എടുത്തോ? ലീഡറോട് ചോദിച്ചതും സാന്ദ്ര അവളുടെ നോട്ട്ബുക്ക് കൊടുത്തു. കുട്ടികളെ, നിങ്ങൾക്ക് എക്സാം ആവാറായി. പോർഷൻസ് എടുത്ത് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിനി റിവിഷൻ ആരംഭിക്കാം. വല്ല പോർഷൻസ് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കേ, സിസ്റ്റർ പറഞ്ഞുകൊണ്ട് മേശയ്ക്കടുത്തിരുന്ന കസേരയിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പളും PT ടീച്ചറും കയറി വന്നു. എല്ലാവരും മോർണിംഗ് വിഷ് ചെയ്തു. സിസ്റ്ററും പ്രിൻസിപ്പളും ടീച്ചറും എന്തോ കാര്യമായ സംസാരത്തിലാണ്. ആര്യ, സിസ്റ്റർ വിളിക്കുന്നത് കേട്ടതും അച്ചുവും ക്ലാസ്സിലെ വേറെ ആര്യയും സിസ്റ്ററെ നോക്കി. ആര്യ സതീഷ്. അച്ചുവിൻ്റെ ഫുൾ നെയിം വിളിച്ചതും എന്തിനാണ് തന്നെ വിളിക്കുന്നത് എന്ന ചോദ്യത്തോടെ അച്ചു സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി.
കുട്ടികളെല്ലാം അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇന്നലെ എന്തേ ക്ലാസ്സിൽ വരാതിരുന്നത്? സിസ്റ്റർ ചോദിച്ചതും അച്ചുവിൽ ആശ്വാസം നിറഞ്ഞു. അത് ഒരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു, അതാ. അച്ചു മറുപടി പറഞ്ഞു. എക്സാം ആവാറായി, എന്നിട്ട് കല്യാണവും കൂടി നടക്കാണോ? പ്രിൻസിപ്പൽ ചോദിച്ചതും അച്ചു ഒന്ന് ഭയന്നു. അത് അച്ഛൻ ഹോസ്പിറ്റലാ, ആരും ഉണ്ടായില്ല, അതാ ഞാൻ പോയത്. ആനുവൽ ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? സിസ്റ്റർ ചോദിച്ചു. വന്നിരുന്നു. നിന്നെ കൊണ്ടുപോകാൻ വന്നത് ആരാ? പ്രിൻസിപ്പളാണ് ചോദിച്ചത്. അച്ചുവിൽ ഒരു ഭയം കടന്നുകൂടി. അപ്പച്ചിയുടെ മോനാ? ഓ, അപ്പച്ചിയുടെ മോൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അതും പറഞ്ഞുകൊണ്ട് PT ടീച്ചർ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അച്ചുവിൻ്റെ നെഞ്ച് ക്രമാതീതമായി ഇടിച്ചുകൊണ്ടിരുന്നു. ആനുവൽ ദിനത്തിൽ ബാക്കിലായി നിർത്തിയ കസേരകളിൽ ഇരിക്കുന്ന അച്ചുവും കിച്ചുവും. അച്ചു കിച്ചുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായിരുന്നു ആ ഫോട്ടോ. ശേഷം ടീച്ചർ മറ്റൊരു ഫോട്ടോ കാണിച്ചു. കിച്ചുവിൻ്റെ ഷോൾഡറിൽ കൂടി കെട്ടിപ്പിടിച്ച് അവൻ്റെ തോളിൽ തലചായ്ച്ചിരിക്കുന്ന അച്ചുവിൻ്റെ ഫോട്ടോ. അച്ചുവിന് ആകെ പരവേശം തോന്നിപ്പോയി. ആകെ വിയർത്തു. പിന്നെയൊരു ഫോട്ടോ കൂടെ കാണിച്ചു തന്നതും അച്ചു കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. കിച്ചുവിൻ്റെ ബൈക്കിൽ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പുറത്ത് തലചായ്ച്ചിരിക്കുന്ന അച്ചു ഞെട്ടലോടെയും ഭയത്തോടെയും അച്ചു സിസ്റ്ററെ നോക്കി. എന്തായാലും തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം, പ്രിൻസിപ്പൽ ഉറച്ച ശബ്ദത്തിലാണ് പറഞ്ഞത്. അമ്മയും അച്ഛനും വീട്ടിലില്ല, ഹോസ്പിറ്റലാ. പതിഞ്ഞ ശബ്ദത്തിൽ അച്ചു പറഞ്ഞു. നിന്റെ കാര്യത്തിൽ റെസ്പോൺസിബിളായിട്ടുള്ള ആരെങ്കിലും വരണം, ആരെയാണെന്ന് വെച്ചാ വിളിക്ക്. ടീച്ചർ ഫോൺ അച്ചുവിന് നേരെ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അച്ചു ഫോൺ വാങ്ങി. കണ്ണുകൾ നിറഞ്ഞു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ നോക്കുകയാണ്. അവരെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് അവരുടെ മുറുമുറുപ്പിൽ അച്ചു മനസ്സിലാക്കി. ഫോണെടുത്ത് കിച്ചുവിനെ വിളിക്കാൻ നിന്നെങ്കിലും അത് വേണ്ട എന്ന് കരുതി കണ്ണനെ വിളിച്ചു. കണ്ണൻ കൊച്ചിയിലാണെന്നും അജിത്തിനെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞു. അച്ചു ആശ്വാസത്തോടെ ഫോൺ തിരികെ കൊടുത്തു. കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഓഫീസിലെ സ്റ്റാഫ് വന്ന് പ്രിൻസിപ്പളിനോട് എന്തോ പറഞ്ഞു. അവർ 3 ടീച്ചേഴ്സ് കൂടെ അച്ചുവിനെയും കൊണ്ട് ഓഫീസ് മുറിയിലേക്ക് നടന്നു. സിസ്റ്റർമാരുടെ കൂടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി ഓഫീസ് മുറിയിലേക്ക് കയറി വന്ന അച്ചുവിനെ കണ്ടതും അതൊരു സ്കൂളാണെന്നോ കൂടെ നിൽക്കുന്നത് അവിടുത്തെ അധ്യാപകരാണെന്നോ നിൽക്കുന്നത് ഓഫീസ് മുറിയാണെന്നോ മറന്നുകൊണ്ട് അജിത്ത് വേഗത്തിൽ അച്ചുവിനടുത്തേക്ക് പാഞ്ഞു വന്നു. എന്തിനാ മോളെ കരയണേ? അജിത്ത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല അജിത്തേട്ടാ. അച്ചു അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇവൾ എന്ത് തെറ്റാ ചെയ്തേ? അജിത്തിനും ദേഷ്യം വന്നിരുന്നു. പ്രിൻസിപ്പൽ അജിത്തിനോട് ഇരിക്കാനായി ആവശ്യപ്പെട്ടു. അച്ചുവിനെ നോക്കിക്കൊണ്ട് അജിത്ത് അവർക്ക് മുന്നിലിരുന്നു. അച്ചു അവർക്ക് സൈഡിലായി നിന്നു. PT ടീച്ചർ ഫോട്ടോയടക്കം അവരുടെ നിഗമനങ്ങൾ അജിത്തിനോട് പറഞ്ഞു. ഇതൊക്കെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരാണ്. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞതും പ്രിൻസിപ്പൽ പറഞ്ഞു. അജിത്ത് അച്ചുവിനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആനുവൽ ഡേക്ക് 10ാം ക്ലാസ്സിലെ പിള്ളേരോട് വരാൻ പറഞ്ഞത് അവരുടെ ഇഷ്ടത്തിനല്ലല്ലോ. ഈ സ്കൂളിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെയല്ലേ? അജിത്ത് പ്രിൻസിപ്പളിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ന് വെച്ച് ഇമാതിരി കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല, പ്രിൻസിപ്പൽ പറഞ്ഞു. എന്ത് നടക്കില്ലാന്ന്? കുട്ടികളെ കൊണ്ടുപോകാൻ അച്ഛനോ അമ്മയോ തന്നെ വരണമെന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല, അജിത്ത് പറഞ്ഞു. എന്തൊക്കെയായാലും ഈ സ്കൂളിന് ചില റൂൾസ് ഉണ്ട്. എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വന്നിട്ട് ഉച്ചയ്ക്ക് യൂണിഫോമിൽ സ്റ്റാൻഡിലേക്ക് പോയത് നിങ്ങൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചതുകൊണ്ടാണോ? എന്നിട്ട് നിങ്ങൾ എന്ത് ശിക്ഷയാണ്, എന്ത് നടപടിയാണ് എടുത്തത്? ഇത്രയും കുട്ടികൾക്ക് മുന്നിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളെ നാണം കെടുത്തിയതോ? അതും പോട്ടെ, LP സെക്ഷനിലെ ഒരു കന്യാസ്ത്രീ സിസ്റ്റർ താൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അച്ഛനുമായി ഒളിച്ചോടിപ്പോയത് നിങ്ങൾ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുകൊണ്ടാണോ? അതുപോലെ തന്നെ 2 വർഷം മുൻപ് ആനുവൽ പരിപാടിക്ക് പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കാമുകനോടൊപ്പം ഒരു നൈറ്റ് ഫുൾ ചെലവഴിച്ച്, അതും യൂണിഫോമിൽ, ആ കുട്ടിക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്ക് ഇവൾ ഒരാളുടെ തോളിൽ കിടന്നതും ബൈക്കിൽ പോയതിനും ഉണ്ടായത്? അജിത്തിന് ദേഷ്യത്തിൽ ഓരോന്ന് പറയുമ്പോൾ ആ ഓഫീസ് മുറിയിൽ അച്ചു അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം നിന്നുരുകുകയായിരുന്നു. സി മിസ്റ്റർ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ആര്യ, താൻ പൊക്കോളൂ, പ്രിൻസിപ്പൽ അച്ചുവിനെ പറഞ്ഞയച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊരു പരാതിയുമില്ല അല്ലേ? കഷ്ടം തന്നെ. എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്? ആകപ്പാടെ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് ആശ്വാസമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവരെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മാത്രമല്ല പലരും വരും, ഇനിയും വന്നെന്നിരിക്കും.
അതും പറഞ്ഞുകൊണ്ട് അജിത്ത് പുറത്തേക്കിറങ്ങി.